അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, സ്വന്തം ജീവിതം ത്യാഗോസഹനം കൊണ്ട് ലോകത്തിൻ്റെ മാതൃകയായ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കാനാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത്. ഇന്നേ ദിവസം നമ്മുടെ മിഷൻ ലീഗിൻ്റെ ആഘോഷം കൂടിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിലോട്ട് കടക്കുകയാണ്. നമ്മുടെ പരിപാടിയുടെ മുഖ്യ അധ്യക്ഷനായ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട വികാരിയസിനെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഹെഡ് മാസ്റ്റർ ജോസ് ആലിമ സാറിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ മിഷൻ ലീഗ് പ്രസിഡന്റ് ജിം സാറിനെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ +2 മദറുണ്ട്. മദറിനെ ഈ വേദിയിലേക്ക് ഞാൻ ഏറ്റവും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വേദിയിലേക്ക് സന്തോഷ് സാറാണ്. സന്തോഷ് സാറിനെയും ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തു. ബാക്കി എല്ലാ അധ്യാപകരെയും നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമ്മുടെ ഈ മീറ്റിംഗിൽ അധ്യക്ഷത നൽകിയ ജോസ് ആലിക്കൽ സാറിൻ്റെ ഇവിടെ ഹെഡ് മാസ്റ്റർ സാറിനെ സന്ദേശത്തിനായിട്ട് ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി ഫാദർ ജോർജ് വേദിയിലെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, സിസ്റ്റേഴ്സ്, അധ്യാപക സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് മുന്നോടിയായി അൽഫോൻസാമ്മയെ അനുസ്മരിക്കുന്ന ഒരു സുദിനമാണ് അമ്പാറനെരുപ്പയിലെ സെൻറ് ജോൺസ് സൺഡേ സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് വിവിധ ഹൗസ് അടിസ്ഥാനത്തിൽ അൽഫോൻസാമ്മയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഓരോ ഗ്രൂപ്പും ഓരോ ഹൗസും 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അൽഫോൻസാമ്മയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ, അൽഫോൻസാമ്മയെ അനുകരിക്കാൻ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ സുദിനത്തെ നോക്കിക്കാണുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സമയം പെട്ടെന്ന് മുമ്പോട്ട് പോകും. 1 മണിക്കെങ്കിലും കുട്ടികളെ നമുക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അൽഫോൻസാമ്മ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സഹനത്തിൻ്റെ പുത്രി എന്നാണ് അറിയപ്പെടുന്നത്. വളരെ കുറച്ചു കാലം മാത്രം ഈ ലോകത്ത് ജീവിക്കാൻ അവസരം ലഭിച്ച അൽഫോൻസാമ്മ, എല്ലാവർക്കും അറിയാം, 36 വർഷക്കാലമാണ് ഈ ഭൂമുഖത്ത് ജീവിക്കാൻ അവസരം ലഭിച്ചത്. അതിലേറെ കാലവും വലിയ രോഗപീഠകളാലൊക്കെ ബുദ്ധിമുട്ടിയ വ്യക്തിയാണ്. സഹനത്തിൻ്റെ ജീവിതമാണ് അൽഫോൻസാമ്മ നയിച്ചത്. പക്ഷെ ആ സഹനത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഈശോയെ സ്വീകരിക്കാൻ, ദിവികാരം സ്വീകരിക്കുന്നതിലാണ് അൽഫോൻസാമ്മ ഏറ്റവും കൂടുതൽ മനസ്സ് വെച്ചിരുന്നത്. നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിൽ സഹനങ്ങളും പ്രതിസന്ധികളും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു തലമുറ വളർന്നു വരുമ്പോൾ അൽഫോൻസാമ്മയുടെ ജീവിതമാണ് നമുക്ക് മാതൃകയാവേണ്ടത്. ഏത് പ്രതിസന്ധിയിലും ഈശോയിലെ ആശ്രയം തേടി നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് അൽഫോൻസാമ്മ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ നിർത്തുകയാണ്. നല്ലൊരു സുദിനം ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇന്ന് സന്ദേശം നൽകാനായിട്ട് നമ്മുടെ ഇവിടെയിലെത്തിയിരിക്കുന്ന ഏറ്റവും അനുയോജ്യയായ ഒരു വ്യക്തിയാണ്. കാരണം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺവെന്റ് ബാലർപ്പേരിന്റെ മദർ സുപ്പീരിയറും നമ്മുടെ 10ാം ക്ലാസ് അധ്യാപികയുമായ ഇവിടെ ജാൻസി സിസ്റ്ററിനെ ക്ഷണിക്കുന്നു.
സ്നേഹബഹുമാനപ്പെട്ട വിചാരിച്ച ഗഡ്മാസിലോ സാറെ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, സ്നേഹമുള്ള കുട്ടികളെ, നമ്മൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ആഘോഷം നടത്തുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് അൽഫോൻസാമ്മയെ പറ്റി ഒരു ചെറിയ സന്ദേശമുള്ള ഒത്തിരി നീണ്ടുന്നില്ല. കാരണം കുട്ടികൾക്ക് ഒത്തിരിയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒത്തിരിയേറെ കൊച്ചു അൽഫോൻസാമ്മമാരുണ്ട്, മാലാക്കന്മാരുണ്ട്, അവരുടെ മറ്റുള്ള ഈശോയുണ്ട്. അങ്ങനെയുള്ളവരുടെ പ്രോഗ്രാം കാണാനോട് നോക്കിയിരിക്കുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു പ്രത്യേക ചിന്ത. ഒരു ദിവസം 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കല്ലറിങ്ങാട്ട് പിതാവ് അൽഫോൻസാമ്മയെ പറ്റി പറഞ്ഞ ചെറിയ 1-2 വാചകങ്ങളാണ്. നമുക്കെല്ലാവർക്കും ഉള്ള പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ് എന്താ, ആനയെ കാണുക. അവിടെ എന്തോരം കണ്ടാലും നമുക്ക് ആനയെ കാണുമ്പോൾ എപ്പോഴും പ്രത്യേക ഒരു ആകർഷകത്വമുണ്ട്. സന്തോഷത്തോടെ നമ്മൾ നോക്കി നിൽക്കും ആനയെ. അടുത്ത് വരുന്നവർ പോകുന്നവർ, കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ. അതുപോലെ തന്നെയാണ് നമ്മൾ ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മയെ കാണാൻ ചെന്നാൽ അൽഫോൻസാമ്മയെ നമ്മൾ എന്തുമാത്രം കണ്ടാലും നമുക്ക് നല്ല സന്തോഷവും സംതൃപ്തിയും ആകാംക്ഷയൊക്കെയാണ്. നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു അനുഭവമാണ് ഭരണങ്ങാനത്തോട് ചെല്ലുമ്പോൾ. അത് പ്രായമായവരാണെങ്കിലും അതെ, കുട്ടികളായാലും അതെ, യുവജനങ്ങളായാലും അതെ, ആർക്കായാലും അവിടെ ചെല്ലുമ്പോൾ ഒരു പുതിയ ഉണർവ്, ഒരു പുത്തൻ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു വേദി. നമുക്കറിയാം അൽഫോൻസാമ്മയുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ വേദനയിൽ ആലേഖനം ചെയ്യപ്പെട്ട സ്നേഹത്തിന്റെ സുന്ദര രൂപമായിരുന്നു അൽഫോൻസാമ്മ. സകലത്തിന്റെ കയ്പും നൊമ്പരവും മരണനിമിഷം വരെ മധുരമുള്ളവളാക്കി പകർത്തിയവളാണ് അൽഫോൻസാമ്മ. ആ അമ്മയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്കും നമ്മുടെ കൊച്ചു കൊച്ചു ജീവിത പ്രശ്നങ്ങളും സഹനങ്ങളും വേദനകളും ഒക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അൽഫോൻസാമ്മയെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ വേദനകളും സങ്കടങ്ങളും എല്ലാം കൂടുതൽ സന്തോഷത്തോടെ യേശുനാഥനോടുള്ള സ്നേഹത്തെ പ്രതി സഹിക്കാനുള്ള ഒരു കൃപ തരണമെന്ന് തന്നെയല്ല. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ടാമതായിട്ടുള്ള ചിന്ത, ആത്മീയ നൈപുണ്യവും രൂപലാവണ്യവും കൊണ്ട് ആകർഷകമായിരുന്നു അൽഫോൻസാമ്മയുടെ ജീവിതം. ഭാരതത്തിന്റെ വിശുദ്ധിയായി ഭരണജ്ഞാനത്തിന്റെ സകല പുഷ്പമായി നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അൽഫോൻസാമ്മ നമ്മുടെ ജീവിതത്തിന് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം അധികം നാളത്തെ ജീവിതമൊന്നുമില്ലായിരുന്നു. 13-ാമത്തെ വയസ്സ് സന്യാസത്തിൽ പ്രവേശിച്ചു. 36-ാമത്തെ വയസ്സിൽ മരണമടഞ്ഞു. ആ കൊച്ചു പുഷ്പം സകലത്തിന്റെ വേദനയുടെ തീർച്ചയുള്ളിൽ കത്തിയെറിഞ്ഞപ്പോഴും ചെറിയ ചെറിയ സഹായങ്ങളും നന്മകളും മുറിത്തിരികളും ഉപയോഗിച്ച് എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്ത് നന്മ പ്രദാനം ചെയ്ത് കടന്നുപോയ ആ പുണ്യവതി ഇന്നും വേദനിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ആശ്വാസമായി, സന്തോഷമായി, ആനന്ദമായി ചെറിയ ചെറിയ റോസാപുഷ്പങ്ങൾ വർഷിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ ജീവിക്കുന്ന സാക്ഷിയായി മാറുകയാണ്. അൽഫോൻസാമ്മയുടെ തിരുനാളിന് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. ചെറിയ ചെറിയ ത്യാഗങ്ങളിലൂടെയും നന്മ പ്രവൃത്തികളിലൂടെയും ഈ എല്ലാവർക്കും മാതൃക നൽകാനും എല്ലാവരെയും സഹായിക്കാനും മറ്റുള്ളവരുടെ വേദനകളിൽ സന്തോഷം പകരുവാനും ഉള്ള അനുഗ്രഹം തരണമേ എന്ന് അൽഫോൻസാമ്മ പറയുന്നത് പോലെ പുഞ്ചിരി ഒരു തിരുവട്ടമാണ്. വേദനിക്കുന്നവരെ നോക്കി ഞാൻ പുഞ്ചിരിക്കും. നമുക്കും അത് പ്രാർത്ഥിക്കാം. പുഞ്ചിരിയുടെ തിരുവട്ടം എല്ലാവർക്കും, വേദനിക്കുന്നവർക്കും സങ്കടം അനുഭവിക്കുന്നവർക്കും എല്ലാം പ്രദാനം ചെയ്തുകൊണ്ട് പുതിയ ഒരു ഉണർവ് നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ലഭിക്കാനുള്ള കൃപ അൽഫോൻസാമ്മയുടെ മാതൃക വഴി, മാധ്യസ്ഥം വഴി നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അൽഫോൻസാമ്മയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ സൺഡേ സ്കൂൾ മിഷൻ ലീഗിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജിബി സാറിനെ 2 വാക്ക് ആശംസകൾ ഇതിനായിട്ട് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം സ്വീകരിച്ച സാറെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹപ്രവർത്തകരെ, പ്രിയ കുട്ടികളെ, നമുക്കറിയാം നമ്മുടെ അൽഫോൻസാമ്മ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ കുട്ടികളുടെ മധ്യസ്ഥയായിരുന്നു നമുക്ക് പറയാം. നമ്മുടെ കുട്ടികളുടെ നമ്മൾ എക്സാമൊക്കെ ആകുമ്പോഴും എല്ലാം അൽഫോൻസാമ്മയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ അൽഫോൻസാമ്മയുടെ തിരുനാളും നമ്മുടെ ചെറുശ്ശേരി മിഷൻ ലീഗിൻ്റെ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഉടൻ തന്നെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് എത്തുന്നത് ബ്ലൂ ഹൗസ് ആണ്. ബ്ലൂ ഹൗസിലെ പ്രോഗ്രാം കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് സ്റ്റേജിലേക്ക് കടന്നു വരും. സഹനങ്ങളെ സ്നേഹത്തിൽ യാചിച്ചു ഉയർത്തിക്കാട്ടി സന്യാസത്തിന് മാറ്റ് ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയ യാചിച്ചു വാങ്ങിയ സഹനങ്ങളെല്ലാം ഈശോയുടെ തിരുഹൃദയ ഓരോ പുഷ്പങ്ങളെ കാഴ്ചവെച്ച് 36 വർഷക്കാലം പരിധിയില്ലാത്ത ദൈവസ്നേഹവും പരാതിയില്ലാത്ത സഹനങ്ങളും കൈമുന്നിലുള്ള വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് ദൈവത്താൽ ഉയർത്തപ്പെട്ട വിശുദ്ധ അൽഫോൻസാമ ദൈവസുതന് ഇഷ്ടപ്പെട്ട ഒരു പൂങ്കാവനമായി തീരുവാൻ നിത്യവും പ്രാർത്ഥിക്കും ആ വിശുദ്ധ. ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൻ വഴി ക്രിസ്തുവിനെ സ്നേഹിച്ച് ജീവിച്ചു ആ വിശുദ്ധ. സമൃദ്ധിയുടെയും ലൗകികതയുടെയും പ്രലോഭനങ്ങൾ തിരസ്കരിച്ച് അവൾ വരിച്ചത് വേദനയുടെയും ത്യാഗത്തിന്റെയും ദുരിത വഴികളാണ്. വിശ്വശില്പിയായ ദൈവം കല്ലിൽ കൊത്തിയെടുത്ത മനോഹരമായ ഒരു ശിലയാണ് വിശുദ്ധ അൽഫോൻസാമ. ആ പുണ്യവതിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ബ്ലൂ ഹൗസ് അംഗങ്ങൾ അറിയിച്ചിരിക്കുന്ന ഒരു മനോഹരമായ ദൃശ്യവിരുന്നിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. Thank you.
ചെറുചിറയിൽ വളർന്ന പൂമുട്ടേ, താരമണത്തിൽ പിരിഞ്ഞ നറുമലരേ, പൂമുഖമാകെ നിറഞ്ഞ ശിവനേ. വിശുദ്ധയാമൽഫോൻസേ, പ്രാർത്ഥിച്ചിടണമേ, ഭാരതമണ്ണിൻ യാചനകൾ വിണ്ണിലുയർത്തണമേ. വിശുദ്ധയാമൽഫോൻസേ, പ്രാർത്ഥിച്ചിടണമേ, ഭാരതമണ്ണിൻ യാചനകൾ വിണ്ണിലുയർത്തണമേ. നാഥനെ വരനായി ആശ്രയിച്ചിടുവാൻ നാഥനെ വരനായി ആശ്രയിച്ചിടുവാൻ ഉമിതിയിൽ വൈരൂപ്യമായവളേ, സുമോഹത്തിൻ മായമുളകാതെ ഞങ്ങളെ എന്നും കാത്തിടണേ തായേ. സുഖമോഹത്തിൻ മായയിൽ മുഴുകാതെ ഞങ്ങളെ എന്നും കാത്തിടണേ തായേ. വിശുദ്ധയാമൽഫോൻസേ, പ്രാർത്ഥിച്ചിടണമേ, ഭാരതമണ്ണിൻ യാചനകൾ വിണ്ണിലുയർത്തണമേ. വിശുദ്ധയാമൽഫോൻസേ, പ്രാർത്ഥിച്ചിടണമേ, ഭാരതമണ്ണിൻ യാചനകൾ വിണ്ണിലുയർത്തണമേ. കുടമാളൂരിൽ തളിർപ്പുവല്ലരേ, മുട്ടുചിറയിൽ വളർന്ന പൂമുട്ടേ, താരമണത്തിൽ വിരിഞ്ഞ നറുമലരേ, പൂമുഖമാകെ നിറഞ്ഞ സുഗന്ധം നീ. Whatever you do, do it for the love of Jesus. Hello everyone, I am Jonathan. I am here to talk a few words about the first priest of India, Saint Alphonsus. She had a life of only 36 years. The striking aspects of her life were her childlike simplicity and her identification with the crucified Jesus. She offered her sufferings to save the souls of the people who continue in sin. Let us all pray to Saint Alphonsus for all our needs. She will get us the blessings of God through the power of her intercession. Let me conclude my words. Thank you all and Jai Christ. Thank you. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. സുഭാഷിതങ്ങൾ 9:10. ഈ ദൈവഭക്തി എന്ന ജ്ഞാനത്തിലൂടെ സ്വർഗത്തിലേക്ക് പറന്നുയർന്ന നമ്മുടെ സ്വന്തം വിശുദ്ധ. പറഞ്ഞാലും മതി വരാത്ത പുണ്യമാണ് വിശുദ്ധ അൽഫോൻസാമ. അത്രമാത്രം കുതിപ്പിക്കുന്നതായിരുന്നു വിശുദ്ധ അൽഫോൻസാമയുടെ ആത്മീയത. എന്ത് ചെറുതായിരുന്നു ആ ജീവിതം. ആയുസ്സിലും ആരോഗ്യത്തിലും എല്ലാത്തിലും തീരെ ചെറിയവളായിരുന്നു വിശുദ്ധ അൽഫോൻസാമ. ജീവിച്ച വർഷമല്ല, വർഷിച്ച ജീവിതമാണ് പ്രധാനമെന്ന് ഭരണജ്ഞാനത്തെ ഈ പുണ്യപുഷ്പം നമ്മോട് മന്ത്രിക്കുന്നു. കുഞ്ഞു മനസ്സുകളിൽ വിതയ്ക്കുന്ന ചെറിയ വിത്തുകൾ വളർന്ന് വലിയ ഫലം ലഭിക്കുമെന്നറിയാമായിരുന്ന വിശുദ്ധ അൽഫോൻസാമ തന്റെ മുന്നിൽ വരുന്ന ഓരോ കുട്ടികളുടെ മനസ്സിൽ അറിവിനോടൊപ്പം ആത്മീയതയുടെ വിത്തുകളും പാകി. അൽഫോൻസാമ കുറച്ചു നാളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളൂ. കഥയും പാട്ടും നല്ല കാര്യങ്ങളും കുട്ടികളോട് പറഞ്ഞു കൊടുത്തിരുന്നു. അവരെ വളരെയധികം സ്നേഹിക്കുകയും അവരുടെ കൂടെ കളിക്കുകയും കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്നേഹമുള്ള ഒരു അമ്മയും കൂടിയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ. അതുകൊണ്ടാണ് അൽഫോൻസാമ സ്കൂളിൽ പഠിപ്പിക്കുന്നത് നിർത്തി അസുഖം വന്ന് കിടപ്പിലായപ്പോലും അൽഫോൻസാമയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ എപ്പോഴും അൽഫോൻസാമയുടെ അടുത്തേക്ക് ഓടിയെത്തുമായിരുന്നു. അവർക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച് മിഠായിക്കും ചാമ്പയ്ക്കുമൊപ്പം നല്ല നല്ല കാര്യങ്ങളും കൊച്ചു കൊച്ചു സുഗന്ധജപങ്ങളും അവരോട് പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ടായിരിക്കാം അൽഫോൻസാമയുടെ ഭരണശേഷം
അവളുടെ വിശുദ്ധി ലോകമെങ്ങും അറിയിക്കുവാൻ ദൈവം കുട്ടികളെ തന്നെ തെരഞ്ഞെടുത്തത്. ആധുനിക ലോകത്തെ കുട്ടികൾക്ക് അന്നക്കുട്ടി എന്ന അൽഫോൻസാമ്മ നൽകുന്ന വെല്ലുവിളി ഇതാണ്. ആഹാരം, പഠനം, വസ്തുക്കൾ എന്നീ ഭൗതിക കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകാതെ ചെറുപ്പം മുതലേ പ്രാർത്ഥനയ്ക്കും നല്ല കാര്യങ്ങൾക്കും ഒന്നാം സ്ഥാനം നൽകി ദൈവത്തെ സ്നേഹിച്ച് നന്ദി പറഞ്ഞ് മാതാപിതാക്കളെയും മുതിർന്നവരെയും അനുസരിച്ച് മറ്റുള്ളവരെയും കൂട്ടുകാരെയും നാം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കണം. അതിനായി അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കാം. ജയ് ക്രൈസ്റ്റ്. മുട്ടത്തുപാടം ജോസഫിന്റെയും മറിയത്തിന്റെയും 4ാമത്തെ സന്താനമായി 1910 ഓഗസ്റ്റ് 19-ാം തീയതിയാണ് അന്നക്കുട്ടി ജനിക്കുന്നത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കൈക്കുഞ്ഞിന് അവളുടെ അമ്മയെ നഷ്ടമാകും. അന്നയോട് ഏറെ വാത്സല്യവും കാരുണ്യവും തോന്നിയ മാതൃ സഹോദരിയായ കുട്ടിച്ചിറ അന്നമ്മയാണ് പിന്നീട് അവളെ വളർത്തിയത്. സഹപാഠികളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും പ്രിയങ്കരിയായിരുന്നു അന്ന. അക്കാലത്ത് മാതൃ സഹോദരത്തിൽ നിന്ന് അന്നക്കുട്ടിക്ക് ലഭിച്ച ശിക്ഷണം അനുസരണത്തിന്റെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വിത്തുകൾ അവളെ പാകി. സുന്ദരിയും ഭക്തയും വിവേകമതിയുമായിരുന്നു അന്ന. എളിമെന്ന സുഹൃത്തുക്കളുടെ രാജ്ഞിയെ അവൾ കൂടപ്പിറപ്പാക്കി മാറ്റി. എളിമപ്പെടുവാനുള്ള ഓരോ അവസരവും അവൾ നന്നായി വിനിയോഗിച്ചു. അവളുടെ ഹൃദയം മുഴുവൻ സ്നേഹമായിരുന്നു. സന്യാസിനിയാകണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതൽ തന്നെ ആ ചെറുപുഷ്പത്തിന് മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ സുഹൃത്തുക്കളുടെ ആ പൂന്തോട്ടത്തിലേക്കുള്ള യാത്ര അത്ര സുഖകരമല്ലായിരുന്നു. സുന്ദരിയെ അന്നെ ഒരു നല്ല കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത് അയക്കണമെന്നായിരുന്നു അന്നയുടെ പേരമ്മയുടെ ആഗ്രഹം. അങ്ങനെ ഒരു വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ തന്നെ മണവാളൻ മരണക്കെട്ടിലാണെന്ന് കുറിച്ച് തനിക്കായി കാത്തിരിക്കുമ്പോൾ താൻ എങ്ങനെ വിവാഹം ചെയ്ത് മറ്റൊരു കുടുംബത്തിൽ വസിക്കും എന്ന് അന്ന തിരിച്ചറിഞ്ഞു. വേദനയുടെയും സഹനത്തിന്റെയും തിരിച്ചുള്ള ഭാഗ്യ വഴിയിലേക്ക് അവൾ കാൽവെച്ചു. ഇരുകാലം പൊള്ളി അവളെ പിന്നീട് ഒരു വധുവായി സ്വീകരിക്കുവാൻ ആ കുടുംബാംഗങ്ങൾ വിസമ്മതിച്ചു. ഒടുവിൽ തന്നെ ആത്മനാഥന്റെ പക്കലെ അവൾ അഭയം പ്രാപിച്ചു. 1927 അന്ന ഭരണങ്ങാട്ടുള്ള ഫ്രാൻസിസ്കൻ ക്ലാരസ് സഭയിൽ ചേർന്നു. 1930 മെയ് 19-ാം തീയതി അവൾ സമാപ്സം സ്വീകരിച്ച് സിസ്റ്റർ അൽഫോൻസ എന്നറിയപ്പെട്ടു. 1932 വാഗക്കാട് സ്കൂളിൽ അധ്യാപികയായി അവൾ ജോലി നോക്കി. കുട്ടികൾക്ക് പ്രിയപ്പെട്ടവളായി അവരുടെ ഇടയിൽ അവരെ പോലെ അൽഫോൻസ ജീവിച്ചു. ആ അമ്മയുടെ സ്നേഹം നിറഞ്ഞ തിരുത്തലുകളെയും ശാസനകളെയും കുട്ടികളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. അത് കുട്ടികളെ നേർവഴിയിൽ നടത്തി. സ്നേഹം നിറഞ്ഞ തിരുത്തലുകളും ശാസനകളും കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ വലുതായിരുന്നു. എന്നാൽ പതിയെ പതിയെ അൽഫോൻസയുടെ ജീവിതത്തിന്റെ ഗതി മാറാൻ തുടങ്ങി. കടവ രോഗങ്ങളാലും മാനസിക വേദനയാലും അവൾ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടു. എങ്കിലും അവൾ തളർന്നില്ല. തന്റെ മണവാളനോട് അവൾ കൂടുതൽ സഹനങ്ങൾ ചോദിച്ചു വാങ്ങി. വേദനകളും സഹനങ്ങളും മൂലം ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രത്യേക സുഖത്തിൽ അവൾ ആനന്ദം കണ്ടെത്തി. ഒരു നാൾ വേദനയുടെയും ത്യാഗങ്ങളുടെയും ഉൾപ്പറപ്പിൽ നിന്ന് ഈശോനാഥൻ അവൾക്ക് മോക്ഷം നൽകി. ഒരു ജന്മം മുഴുവൻ അവൾ യേശുവിനെ മാറ്റിവെച്ചു. അതിന്റെ ഫലമായി സഹനത്തിന്റെ മഹത്വ കിരീടം പ്രാപിക്കാനായി മാലാഖമാരുടെ നാട്ടിലേക്ക് അവൾ ഇഹലോക ജീവിതം പിടിഞ്ഞ് പറന്നുയർന്നു. വർഷങ്ങൾക്ക് ശേഷം 2008 ഒക്ടോബർ മാസം 12-ാം തീയതി മാർ ബെനഡിക്ട് 15-ാമൻ മാർപ്പാപ്പ അൽഫോൻസാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അൽഫോൻസാമ്മയുടെ ഈ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്തെന്ന് ഒന്ന് ശ്രമിക്കാം. ജീവിത പ്രതിസന്ധികളിൽ നമുക്ക് ശക്തി പകരുന്ന
ആത്മീയ ഊർജ്ജ സ്രോതസ്സാണ് വിശുദ്ധ അൽഫോൻസാമ. ചുറ്റിലും ഈർപ്പരക്കുന്ന ഈ കാലത്ത് നമ്മുടെ സഭയ്ക്കും നമുക്കും ദൈവം നൽകിയിരിക്കുന്ന ഉത്തരമാണ് വിശുദ്ധ അൽഫോൻസാമ. വിശുദ്ധ ജീവിതമാണ് സകല പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി. ലൗകിക ആശ്വാസങ്ങൾ നമുക്ക് മധുരമായിരിക്കുന്നിടത്തോളം നമ്മുടെ ബോധത്തിന് തെളിവോ ബുദ്ധിക്ക് പ്രകാശമോ ഹൃദയത്തിന് ശുദ്ധിയോ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്താൽ ജ്വലിക്കുകയില്ല എന്ന് അൽഫോൻസാമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ അമ്മയുടെ പ്രാർത്ഥന നമുക്ക് സ്വന്തമാക്കാം. ഓ ഈശോനാഥ, അങ്ങേ ദിവ്യ ഹൃദയത്തിലെ മുറിവിൽ എന്നെ മറിക്കണമേ.